നിശബ്ദമായ ആ രാത്രിയിൽ നിലാവിനൊരു വിളറിയ മഞ്ഞ നിറമായിരുന്നു. പശ്ചിമഘട്ട മലനിരകളുടെ മടിത്തട്ടിൽ ഒളിഞ്ഞുകിടക്കുന്ന കരിമല എന്ന വനപ്രദേശത്തേക്ക് അവർ നടക്കുമ്പോൾ മൂടൽമഞ്ഞ് പാദങ്ങളെ മൂടിയിരുന്നു. വന്യമൃഗങ്ങളുടെ ഒച്ചയനക്കങ്ങൾ പോലുമില്ലാത്ത ആ കാടിന് ഒരു ശ്മശാനത്തിന്റെ മൂകതയുണ്ടായിരുന്നു. മരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചെത്തിയ കാറ്റ് ഒരു ദീർഘശ്വാസം പോലെ അവരുടെ കാതുകളിൽ വന്നലച്ചു. വഴികാട്ടാനെന്നോണം ആകാശത്ത് മിന്നിമറഞ്ഞ മിന്നൽ വെളിച്ചം കാടിന്റെ വന്യതയെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാക്കി മാറ്റി. എടാ അനന്തു, മുത്തശ്ശി എപ്പോഴും പറയാറുള്ളതാ കരിമലക്കാട്ടിലെ ഈ ഭാഗത്തേക്ക് വരരുതെന്ന്. ഇവിടെ അത്ര നല്ല ചരിത്രമല്ല ഉള്ളത്. കൈയിലെ ടോർച്ച് വെളിച്ചം മുന്നിലെ കാട്ടുപാതയിലേക്ക് വീശി കിരൺ പറഞ്ഞു. അവന്റെ ശബ്ദത്തിലെ വിറയൽ കൂടെയുള്ള അനന്തുവും മാത്യുവും ശ്രദ്ധിച്ചു. പക്ഷേ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന അവർക്ക് പെട്ടെന്ന് വൈറലാകാൻ പറ്റുന്ന ഒരു ഹൊറർ വീഡിയോ ആയിരുന്നു ആവശ്യം. നീ പേടിക്കാതിരിക്ക് കിരണേ. ഈ കാടിന്റെ നടുവിലുള്ള ആ പഴയ ഡച്ചുകാരുടെ കോട്ടയും അതിനുള്ളിലെ മരണകിണറും വെറുമൊരു നാടോടിക്കഥയല്ലേ? ഇന്നത്തെ വീഡിയോ ഹിറ്റായാൽ നമ്മുടെ ചാനലിന്റെ ഭാഗ്യം മാറും. ക്യാമറ റെക്കോർഡിംഗ് മോഡിലാക്കി മാത്യു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അനന്ത് കയ്യിലുണ്ടായിരുന്ന GPS ഉപകരണം നോക്കി മുന്നോട്ട് നടന്നു. മാപ്പ് കാണിക്കുന്നതനുസരിച്ച് നമ്മൾ ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടടുത്താണ്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ മതി. അവർ മരക്കൂട്ടങ്ങൾ വകഞ്ഞുമാറ്റി ഒരു വലിയ തിട്ടിലേക്ക് കയറി. അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തകർന്നടിഞ്ഞ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. കരിങ്കല്ലിൽ തീർത്ത ആ വലിയ മതിലുകളിൽ കാട്ടുചെടികൾ പടർന്നുപിടിച്ചിരുന്നു. കോട്ടയുടെ നടുമുറ്റത്തേക്ക് അവർ നടന്നു നീങ്ങി. അന്തരീക്ഷത്തിൽ പെട്ടെന്നൊരു ചീഞ്ഞഴുകിയ മണം വമിക്കാൻ തുടങ്ങി. നടുമുറ്റത്തിന്റെ കൃത്യം മധ്യത്തിലായി ഒരു കൂറ്റൻ കിണറുണ്ടായിരുന്നു. അതിനു മുകളിൽ ഭാരമേറിയ ഇരുമ്പ് വലകൾ കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ മരണകിണർ. അനന്തു ആവേശത്തോടെ കിണറ്റിനടുത്തേക്ക് ഓട്ടി. മാത്യു ക്യാമറ ആ കിണറിലേക്ക് തിരിച്ചു. കിരൺ പേടിയോടെ ചുറ്റും നോക്കി നിന്നു. ടോർച്ച് വെളിച്ചം കിണറ്റിന്റെ ആഴങ്ങളിലേക്ക് അടിച്ചപ്പോൾ അറ്റമില്ലാത്ത ഇരുട്ട് മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. പണ്ട് ഈ പ്രദേശഭരണം നടത്തിയിരുന്ന ക്രൂരനായ ഒരു ഡച്ച് ഉദ്യോഗസ്ഥൻ തനിക്കെതിരെ നിന്ന നാട്ടുകാരെ ജീവനോടെ തള്ളിയിട്ട് കൊന്നിരുന്ന കിണറാണിത്. അതുകൊണ്ടുതന്നെ ഇതിനെ മരണകിണർ എന്ന് ആളുകൾ വിളിച്ചു. ഡാ, നമുക്ക് ഈ ഇരുമ്പുവല മാറ്റി അകത്തേക്ക് ക്യാമറ ഇറക്കി നോക്കിയാലോ? മാത്യു ചോദിച്ചു. വേണ്ടടാ, അത് അപകടമാണ്. കിരൺ തടയാൻ ശ്രമിച്ചു. പക്ഷേ അനന്തുവും മാത്യുവും ചേർന്ന് ആ പഴയ ഇരുമ്പ് വലവശത്തേക്ക് നീക്കിമാറ്റി. വർഷങ്ങളായി അടഞ്ഞുകിടന്ന കിണർ തുറക്കപ്പെട്ടതും അതിനുള്ളിൽ നിന്ന് അതിശക്തമായ ഒരു തണുത്ത കാറ്റ് പുറത്തേക്ക് ആഞ്ഞടിച്ചു. അതോടൊപ്പം ഒരു ആർത്തനാദവും കേട്ടു. എന്താടാ അത്? മാത്യു പേടിച്ചു വിറച്ച് ക്യാമറ താഴെയിട്ടു. കിണറ്റിന്റെ ഉള്ളിൽ നിന്ന് ദയനീയമായൊരു കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. ഒരു കുട്ടിയുടെയോ സ്ത്രീയുടെയോ ശബ്ദം പോലെ. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ ഇവിടുന്ന് രക്ഷിക്കണേ. ആരോ അകത്തുപെട്ടിട്ടുണ്ട്. അനന്തുവിന് ഭയത്തേക്കാൾ കൂടുതൽ ജിജ്ഞാസയാണ് തോന്നിയത്. അവൻ കിണറ്റിന്റെ വക്കിലേക്ക് ആഞ്ഞുനോക്കി ടോർച്ചടിച്ചു. പെട്ടെന്ന് കിണറ്റിലെ ഇരുട്ടിനുള്ളിൽ നിന്ന് 2 കൈകൾ മുകളിലേക്ക് നീണ്ടുവന്നു. സാധാരണ മനുഷ്യക്കൈകളായിരുന്നില്ല അത്. മാംസമില്ലാത്ത വെറും എല്ലുകൾ മാത്രമുള്ള കറുത്ത കൈകൾ. ആ കൈകൾ അനന്തുവിന്റെ ജാക്കറ്റിൽ മുറുകെ പിടിച്ചു. അനന്തു! കിരൺ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അനന്തുവിന്റെ കൈയിൽ പിടിച്ചു പിന്നോട്ടു വലിച്ചു. പക്ഷേ ആ കൈകളുടെ ശക്തി വളരെ കൂടുതലായിരുന്നു. അനന്തുവിനെ അവർ കിണറ്റിലേക്ക് വലിച്ച് താഴ്ത്താൻ നോക്കി. മാത്യു ഒട്ടും ആലോചിച്ചില്ല. തറയിൽ കിടന്ന വലിയൊരു കരിങ്കല്ലെടുത്ത് ആ കൈകൾക്ക് നേരെ എറിഞ്ഞു. കല്ല് വന്നു പതിച്ചതും ആ അദൃശ്യരൂപം വേദനയോടെ ഒരു ഭീകര ശബ്ദമുണ്ടാക്കി അനന്തുവിനെ വിട്ടു. അനന്തു തറയിലേക്ക് തെറിച്ചു വീണു. അതേസമയം കിണറ്റിൽ നിന്ന് കറുത്ത പുക പോലെ എന്തോ ഒന്ന് മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. അന്തരീക്ഷമാകെ ഇരുണ്ടു. കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ പല മനുഷ്യരുടെ നിലവിളികൾ ചുറ്റും മുഴങ്ങി. ആ കോട്ടയുടെ തകർന്ന മതിലുകളിൽ നിന്ന് അസ്ഥികൂടങ്ങൾ പോലെയുള്ള രൂപങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇവിടുന്നോടിക്കോ! കിരൺ നിലവിളിച്ചു. മൂവരും കോട്ടയുടെ പുറത്തേക്ക് ജീവനും കൊണ്ട് ഓട്ടി. പക്ഷേ അവർ വന്ന വഴി പൂർണ്ണമായും മാറിയിരുന്നു. എങ്ങോട്ട് നോക്കിയാലും വൻമരങ്ങളും മുള്ളുചെടികളും മാത്രം. അവർ കാട്ടിൽ വഴിതെറ്റി അലഞ്ഞു. പുറകിൽ ആ ഭീകരരൂപങ്ങളുടെ കാൽപെരുമാറ്റവും ചിരിയും കേൾക്കാമായിരുന്നു. പെട്ടെന്ന് മുന്നിൽ നടന്ന മാത്യു ഒരു വലിയ കുഴിയിലേക്ക് വീണു. എന്നെ രക്ഷിക്കൂ! അവൻ താഴെ നിന്ന് വിളിച്ചു പറഞ്ഞു. അനന്തുവും കിരണും അവനെ പിടിച്ചുയർത്താൻ നോക്കുമ്പോഴേക്കും കാടിന്റെ ഇരുട്ടിൽ നിന്ന് ആ ഡച്ച് ഉദ്യോഗസ്ഥന്റെ പ്രേതരൂപം അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കയ്യിൽ ഒരു പഴയ വാളുമേന്തി
ചോരയൊലിക്കുന്ന കണ്ണുകളോടെ അവൻ അവർക്ക് നേരെ നടന്നെടുത്തു. ഇനി നിങ്ങൾ രക്ഷപ്പെടില്ല. ഈ കാടിന്റെ മണ്ണ് നിങ്ങളുടെ ചോര കുടിക്കും. ആ രൂപം ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ അലറി. അനന്തുവിന് കാര്യം മനസ്സിലായി. കിണർ തുറന്നപ്പോൾ അവർ ആത്മാക്കളുടെ ശാപമാണ് പുറത്തുവിട്ടത്. അതിന് പരിഹാരം ചെയ്യണം. അവൻ വേഗത്തിൽ തന്റെ ബാഗിൽ പരതി. ഭാഗ്യത്തിന് ട്രെക്കിങ്ങിനായി കരുതിയിരുന്ന ഒരു കുപ്പി, ഗംഗാതീർത്ഥം, വിശുദ്ധജലം അവന്റെ കൈയിൽ തടഞ്ഞു. പ്രേതരൂപം വാളോങ്ങി മാത്യുവിന് നേരെ അടുത്ത നിമിഷം അനന്തു ആ വിശുദ്ധജലം ആ രൂപത്തിനു നേരെ തളിച്ചു. അതോടൊപ്പം തനിക്കറിയാവുന്ന പ്രാർത്ഥനകൾ ഉറക്കെ ചൊല്ലാൻ തുടങ്ങി. ഒരു വലിയ സ്ഫോടന ശബ്ദത്തോടെ ആ രൂപത്തിനു മുകളിലേക്ക് തീ പടർന്നു. ഇല്ല എന്ന് അലറിക്കൊണ്ട് ആ രൂപം വെണ്ണീറായി മാറി. അതോടൊപ്പം ചുറ്റുമുണ്ടായിരുന്ന മറ്റ് ആത്മാക്കളും പുകപോലെ അന്തരീക്ഷത്തിൽ ലയിച്ചുപോയി. കാട് വീണ്ടും ശാന്തമായി. നേരം പുലർന്നു തുടങ്ങിയിരുന്നു. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് പതിച്ചു. ഭയത്തിന്റെ ആ കറുത്ത രാത്രി അവസാനിച്ചിരിക്കുന്നു. അവർ മൂവരും ഒരുവിധത്തിൽ കാടിനു പുറത്തെത്തി തങ്ങളുടെ വണ്ടിയിലിരുന്നു. ദീർഘശ്വാസം വിട്ടുകൊണ്ട് കിരൺ പറഞ്ഞു, ഇനി ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകരുത്. ആ കാമറയും ദൃശ്യങ്ങളും കാട്ടിൽ പോയത് നന്നായി. അതെ, ജീവൻ തിരിച്ചുകിട്ടിയത് ഭാഗ്യം. മാത്യു വണ്ടി മുന്നോട്ടെടുത്തു. അനന്തു ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അവന്റെ കഴുത്തിൽ, ആ പ്രേതരൂപം പിടിച്ച ഭാഗത്ത്, നീല നിറത്തിൽ 5 വിരലുകളുടെ പാടുകൾ വീണിട്ടുണ്ടായിരുന്നു. വണ്ടി ദൂരേക്ക് പോകുമ്പോൾ അനന്തു അറിയാതെ തന്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു. അവന്റെ പോക്കറ്റിൽ കോട്ടയിൽ നിന്ന് വീണുകിട്ടിയ ഡച്ചുകാരുടെ പഴയൊരു സ്വർണ്ണ മെഡാലിയനുണ്ടായിരുന്നു. അത് തൊട്ട നിമിഷം അവന്റെ ചുണ്ടിൽ ഒരു വിചിത്രമായ ചിരി വിരിഞ്ഞു. അവന്റെ കണ്ണുകൾ ഒരു നിമിഷത്തേക്ക് കറുത്ത ഇരുട്ടുപോലെ മാറിമറിഞ്ഞു.